നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള കുറച്ച് സാരി, അല്ലാതെ സ്പെഷ്യലായിട്ടുള്ള സാരി, അതായത് നമുക്ക് ഫങ്ഷൻ എടുക്കാം, പക്ഷെ ബഡ്ജറ്റ് റേറ്റിലാണ്. നല്ലല്ലേ? അപ്പം ആദ്യം ക്രിസ്മസ് സ്പെഷ്യൽ സാരി കാണിക്കാം. ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഇത് വേറൊന്നുമല്ല, വൈറ്റ്, റെഡ്, ബ്ലാക്ക്, ഗ്രീന്. ഇതാണ് ക്രിസ്മസിന് ബ്ലാക്ക് ഇത്രയും ആയിട്ട് ഇതാണ്. കണ്ണ് തുറന്ന് നോക്കണം ഇടയ്ക്ക് ചുറ്റും നടക്കുന്നത് എന്നാണെന്ന്. അപ്പോൾ ഉണ്ടല്ലോ, ഇത് നമ്മുടെ സെമി ലിനൻ സാരിയെ, നമ്മുടെ ബ്ലാക്കിലും ഇൻഡിഗോയിലും ഒക്കെ വരുന്ന സെയിം മെറ്റീരിയൽ ലിനൻ സാരി. ഇതാണ് സാരി. അതിനകത്ത് സിൽവർ ബോർഡർ, എംബ്രോയിഡറി, കുഞ്ഞു കുഞ്ഞു ബുട്ടാസ്, സ്റ്റാറിൻ്റെ ബുട്ടാസ്. സിമ്പിളാണ്, പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. സിമ്പിളാണ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇനി ഞാനൊരു വേറൊരു കാര്യം പറഞ്ഞോട്ടെ. ഇന്നലെ റെഡിമെയ്ഡ് ബ്ലൗസ് കാണിച്ചിട്ടില്ലേ, മുഴുവൻ തീർന്നു കേട്ടോ, കാലി അടിച്ച് തീർന്നു. അതിൻ്റെ റീസ്റ്റോക്ക് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. റീസ്റ്റോക്ക് എന്നാന്ന് പറഞ്ഞാൽ ഓർഡർ കൊടുത്തു, ഓൾറെഡി ഓർഡർ കൊടുത്ത് ഇനി വരുമ്പോൾ അറിയാം സെയിം ആണോ വരുന്നതെന്ന്. എന്നാന്ന് പറഞ്ഞാലും അത്രയും തന്നെ, അതിന് ഒട്ടും മോശപ്പെടാത്ത ഈ ബ്ലൗസ് നിങ്ങളുടെയൊക്കെ കൈകളിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാവും, എനിക്ക് ഉറപ്പാണ്. കാരണം അത്ര ഭംഗിയുള്ള ബ്ലൗസുകളായിരുന്നു കൊടുത്തത്. ഞാനൊരു സാരി പോലും എടുക്കത്തില്ലാത്ത ഞാൻ തന്നെ അതിനകത്തുനിന്ന് 3-4 ബ്ലൗസ് എടുത്ത് മാറ്റി വെച്ചു, എപ്പോഴേലും സാരി എടുക്കുമ്പോൾ എടുക്കാമെന്ന് പറയാം. അപ്പോൾ ഈ ആഴ്ച തന്നെ വീഡിയോ കാണിക്കാം കേട്ടോ. കിട്ടാത്തവർ ഒത്തിരി പേര് വിഷമിക്കും, ഒത്തിരി പേര് പരാതി പറയും. പരാതിയല്ല, ഷോ വീഡിയോ കണ്ടു വന്നപ്പോഴത്തേനും സമയം പോയി, ലേറ്റായി പോയി, ഇനി കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ ആഴ്ച തന്നെ വരും കേട്ടോ. പിന്നെ ബെഡ്ഷീറ്റ്സ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, അതും ഈ ആഴ്ച തന്നെ വരും. വീഡിയോ എല്ലാം കാണിച്ചു വരാം. റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ കാര്യത്തിൽ പ്രശ്നമില്ല, നമുക്കത് വാങ്ങിച്ച് അന്നേരം ഇട്ടാൽ മതി, വേറെ ഒരു കാര്യമില്ലല്ലോ, തയ്പ്പിക്കാനൊന്നും പോകണ്ടല്ലോ. അപ്പം ഏറ്റവും വേഗം അത് കാണിക്കാം. കിട്ടാത്തവരാരും എന്നോട് പരിഭവിക്കേണ്ട. ഇതാണ് നമ്മുടെ സെമി ലിനൻ സാരി. ഇത് പ്രായം ഇപ്പം വൈറ്റിന് വലിയ ഇപ്പം ഇവരുടെ കാലമല്ലേടോ എന്ന് പറഞ്ഞ പോലെ വൈറ്റിന് വലിയ ഡിമാൻഡുള്ള ഒരു കാലഘട്ടമാണ്. നേരത്തെയും വൈറ്റിന് ഡിമാൻഡ് എന്നും ഉണ്ട്. വൈറ്റ് എന്നും എവർഗ്രീൻ എന്ന് പറയുമോ? വൈറ്റ് എന്നല്ലേ പറയും. അയ്യോ, ചളി ചുമ്മാ എനിക്ക് ചണ്ട് ചളിയൊക്കെ ഇരിക്കട്ടെന്ന്, ചുമ്മാ എന്ന് പറഞ്ഞ മോഹൻലാൽ പറഞ്ഞ ചുമ്മാ. അപ്പോഴേ വൈറ്റ് ഏത് പ്രായത്തിലുള്ളവർക്കും ഇപ്പം വൈറ്റ് എന്ന് പറയുന്ന വലിയ ഡിമാൻഡ്. ബ്ലൗസ് ആണേലും സാരി ആണേലും കുർത്തി ആണേലും എന്തിനും വൈറ്റിന് ഒരിക്കലും ഡിമാൻഡ് ഇല്ലെന്നല്ല, പക്ഷേ ഇപ്പം എല്ലാ കാലഘട്ടത്തെ അപേക്ഷിച്ച് വൈറ്റിന് വലിയ ഡിമാൻഡുള്ള ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന ഒരു കളറാണ് വൈറ്റ്, യെല്ലോയൊക്കെ. അപ്പോൾ നല്ല സാരി പ്രായമുള്ളവർക്ക് കൊടുക്കാം, പ്രായമില്ലാത്തവർക്ക് കൊടുക്കാം, മിഡിൽ ഏജുകാർക്ക് കൊടുക്കാം, ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. ഈവൻ എനിക്കും കൊടുക്കാം, അല്ലേ? ഞാൻ ഇതൊക്കെ ഇട്ടുകൊണ്ട് ഒന്ന് പ്രത്യക്ഷപ്പെട്ടാലോ എന്ന് ഞാനൊരു വൈറ്റ് സാരി വേടി നടക്കാം. ഞാൻ 2-3 ബ്ലൗസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആരോടും പറയരുതേ, ക്രിസ്മസിന് എൻ്റെ സ്റ്റാഫിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ ആരോടും പറയരുതെന്ന് ആരും അറിയത്തില്ല. അവരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ വലിയ സെലിബ്രേഷൻ നടക്കാൻ പോകുന്നത് ന്യൂ ഇയറിന്. പടക്കമൊക്കെ പോയി ഞാൻ പടക്കം മേടിക്കാൻ പോകും ശിവകാശിക്ക്. സത്യം, ആരെവിടെയെങ്കിലും വട്ട് കേട്ടിട്ടുണ്ടോ? തുണിക്കച്ചവടക്കാരി പടക്കം മേടിക്കാൻ ശിവകാശിക്ക് പോകുന്ന കേട്ടിട്ടുണ്ടോ? ഞങ്ങൾക്ക് ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ ഒന്ന് പൊട്ടിക്കാൻ ഇൻഷാ അല്ലാഹ് ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിച്ചാൽ ഒന്നിനും നമുക്ക് നാളത്തെ കാര്യം മുൻകൂട്ടി പറയാൻ പറ്റില്ല. തമ്പുരാൻ്റെ കയ്യിലിരിക്കുന്ന കാര്യം നമ്മൾ ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കുക, ദൈവം തരും എന്ന് പ്രതീക്ഷിക്കാം. നല്ല സാരിയല്ലേ, ബഡ്ജറ്റ് റേറ്റാണ്. പിന്നെ ഇത് കളർ ബ്ലീഡിങ്ങും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷെ ഫസ്റ്റ് വാഷ് നമ്മൾ എപ്പോഴെങ്കിലും ചെയ്യുന്നുണ്ട്, ഡ്രൈ വാഷാണ് നല്ലത്. വൈറ്റാണ്, സൂക്ഷിച്ച് ഉപയോഗിക്കണം. സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ അതിന് അത്രയും ഭംഗിയാണ്. ബ്ലൗസ് വന്നിട്ടുണ്ടല്ലോ, എന്താണെന്ന് ചോദിച്ചാലുണ്ടല്ലോ, ഇതാണ് ബ്ലൗസ്. എന്താ ഈ ഒരു ലൈൻസ് വരുന്നത്? ഇതാണ് ബ്ലൗസ്. സിൽവർ ലൈൻസ് വരുന്ന അതാണ് ബ്ലൗസ്. ഞാൻ പറഞ്ഞിട്ട് കോൺട്രാസ്റ്റ് പിങ്ക് ഇടുവാണെങ്കിൽ കുറേ നല്ലതായിരിക്കും. അതൊരു സിൽക്ക് ബ്ലൗസും കൂടെ ആണെങ്കിൽ, ഇച്ചിരി സിൽക്കി ആയിട്ടുള്ള മെറ്റീരിയലും കൂടെ ആണെങ്കിൽ സാരിക്ക് വേറൊരു ലുക്ക് വരും. ഇത് കാര്യം ലിനൻ സാരിയാണ്, പക്ഷെ ബ്ലൗസ് സിൽക്ക് ഇടുകയാണെങ്കിൽ സാരിക്ക് വേറൊരു നല്ലൊരു ഗെറ്റ് മീൻസ് കുറച്ചൊരു പാർട്ടി ടച്ച് കിട്ടും. അതിന് ചേരുന്ന ഒരു ഓർണമെൻറ്റ്സും കൂടെ ഇടുവാണെങ്കിൽ കുറേ കൂടെ പാർട്ടി ടച്ച് കിട്ടും. പിന്നെ സൂക്ഷിച്ച് ഉപയോഗിക്കണം കേട്ടോ. വെള്ളയാണ് ഇത്, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. സ്റ്റാർച്ച് ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചാൽ, ഇതിന് സ്റ്റാർച്ച് ചെയ്തെന്ന് പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല, പക്ഷെ സ്റ്റാർച്ച് ചെയ്യാതെ ഉപയോഗിക്കുന്നതാണ് ഇതിൻ്റെ ബ്യൂട്ടി. ആ ഒരു പരുവത്തിലിരിക്കുന്നതാണ് ലിനൻ സാരിയുടെ ബ്യൂട്ടി. സ്റ്റാർച്ച് ചെയ്തിരിക്കുമ്പോൾ അതൊരു കോട്ടൺ ഇതിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടം, പേഴ്സണൽ ഇഷ്ടത്തിന് മാത്രമേ എനിക്ക് പറയണ്ട. അതിൻ്റെ ഈ പിങ്കിൻ്റെ സ്ഥാനത്ത് പീച്ച്.
ഇത് പ്രത്യേകിച്ച് നൂർത്ത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ, സെയിം ആണ്, അത് തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. പിങ്ക് എന്നുള്ളിടത്ത് പീച്ച് എന്നുള്ളതേ ഉള്ളൂ. പിങ്ക് വേണ്ടാന്നുണ്ടെങ്കിൽ പീച്ച് എടുത്തോളൂ, അതാണ്. ഇനി വേറെ ഒരു അടിപൊളി സാരി ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ഇതെല്ലാം ബഡ്ജറ്റ് റേറ്റ് ആണെന്നുള്ളതാണ് കണ്ടോ. 1000 താഴെ റേറ്റ് ഉള്ളൂ, 980 രൂപ. സോഫ്റ്റി സിൽക്ക്, വൈറ്റ്, ഫ്ലോറൽ പ്രിന്റ്, ഡിജിറ്റൽ പ്രിന്റ്, ബനാറസി ബോർഡർ, സെമി ബനാറസി ബോർഡർ. ഇനി ഇതിൻ്റെ മുന്താണിയും കൂടെ കണ്ടു അല്ല, ഇനി മുന്താണിയും കൂടെ കണ്ടു കഴിയുമ്പോഴാണ് അമ്മീ ഹായ് ഇങ്ങനെയൊക്കെ ഒരു സൗണ്ട് കേൾപ്പിക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ എക്സൈറ്റ്മെന്റ് വരുമ്പോഴത്തേനും കേൾപ്പിക്കുന്ന സൗണ്ടുകൾ ഏതൊക്കെയാന്ന് പറയാം. അത്ര ആക്ഷൻ ഇടണ്ട. ഇപ്പൊ എന്റെ ആക്ഷൻ ഇങ്ങിന്ന് വിളിച്ച് ഇപ്പൊ എല്ലാരും ആക്ഷൻകാരായല്ലോ. ആ ആക്ഷൻ പോകുന്നു ഇതിന്. എന്നെ ചിരിപ്പിച്ച് കൊല്ലം ക്യാമറ തിരിക്കാൻ പറ്റുമായിരുന്നു. ഞാൻ നിങ്ങളെ കൂടെ ചിരിപ്പിച്ച് ശരിയാക്കി തരാം. എന്റെ പൊന്നെ, ഇത് കേട്ടോ എന്നാ സാരിയാ, നോക്ക് നോക്ക് നോക്ക്. ചുമ്മാ ചിരിക്കുന്നേ, സ്വന്തം കോമഡി ഓർത്ത് ചിരിക്കണം. അടിപൊളിയല്ലേ? ഇതിനകത്തോട്ടല്ലോ ഞാൻ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സാരി വാങ്ങിപ്പിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പറയുന്നതല്ല, വെറുതെ എൻ്റെ ഒരു കോൺസെപ്റ്റ് പറയുന്നത്. 980 രൂപയേ ഉള്ളൂ വില. നമുക്ക് വൈറ്റാന്നോർത്ത് നമുക്ക് വേണമെങ്കിൽ മാറ്റി നിർത്താം. പക്ഷെ ഇതിന് കിട്ടുന്ന ആ ഗമ, ഈ 2 ഡിസൈൻസ് തമ്മിൽ വരുന്ന ഇത് മുന്താണി നോക്ക്, ഒരു വെറൈറ്റി ഇതല്ലേ. ഫ്ലോറൽ പ്രിന്റ്, സെമി സിൽക്ക്, വൈറ്റ് ആണെന്നുള്ളത് മാത്രമേ ചിലരെങ്കിലും ഇതിനകത്തൊരു ന്യൂനത. പിന്നെ സിൽക്കി സാരി, സോഫ്റ്റ് സിൽക്കാണ് ഇത് കേട്ടോ. പിന്നെ ഡിജിറ്റലാണ് പ്രിന്റ്. ഇതാണ് സാരി. മുന്താണി കണ്ടോ ഇങ്ങനെ നല്ലൊരു ലുക്കിൽ നമുക്ക് ഇറങ്ങാം, പ്രത്യക്ഷപ്പെടാം. ഫംഗ്ഷൻ വെയർ ആയിട്ട് കൊടുക്കുകയും 1000 താഴെ റേറ്റേ ഉള്ളൂ. ബ്ലൗസ് വന്നിട്ട് ഇതേണ്ടേ, ഈ ഒരു ബ്ലൗസും കൂടെ നിങ്ങളതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ, ഈ കയ്യൽ, ഈ ബോർഡറും, ഈ ഒരു ബ്ലൗസും, ഈ ഒരു സാരി ബ്ലൗസിൻ്റെ കളർ ഇവിടുന്നുള്ള ആ കളറാണ് വന്നിരിക്കുന്നത്. ബോർഡറിൻ്റെ എല്ലാം കൂടെ കൂടിയ കളറാണ് വന്നിരിക്കുന്നത്. അടിപൊളിയായിരിക്കും, ഭയങ്കര വെറൈറ്റി ലുക്കായിരിക്കും. നമുക്കത് കുറച്ചും കൂടെ ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ചേരുന്ന ഓർണമെന്റ്സും കൂടെ. പോകല്ലേ ഞാൻ പറയില്ലേ, പോകല്ലേ നോർത്ത് ഞാൻ പിടിച്ചാട്ടോ. ഇത് വൈറ്റ് ആയതുകൊണ്ടേ സൂക്ഷിച്ച് ഉപയോഗിക്കണം. നമ്മളിത് കാണാൻ മേടിച്ച് വെച്ചിരിക്കുന്നതല്ലോ, വിൽക്കാൻ മേടിച്ച് വെച്ചിരിക്കുന്നതല്ല. അപ്പം ഇത് കിട്ടുന്ന ആർക്കാണേലും അത് നല്ല രീതിക്ക് കിട്ടണം. അടുത്തത് ഇതേ ഒരെണ്ണം പൗഡർ ബ്ലൂ അല്ലല്ലേ, ഒരു ലൈറ്റ് ലാവണ്ടറിൻ്റെ ഒരു കളറോ പൗഡർ ബ്ലൂവിൻ്റെ ഒരു കളറോ. ഇതാണ് സാരി. നൂർക്കാതെ പറ്റത്തില്ല, കാരണം ഞാൻ ഓർത്ത ഒരെണ്ണം നൂർത്ത് കാണിച്ചാൽ മതി, ബാക്കി കാണിക്കാം. പക്ഷെ മുന്താണിയുടെ ഒരു ഇത് കാണണമെങ്കിൽ നൂർത്ത് തന്നെ കാണിക്കും. ഏതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ എടുത്തോ. ഇതൊന്നും എപ്പോഴും നിങ്ങൾ കണ്ടുമടുത്ത സാരികളല്ലല്ലോ, ആണോ? കണ്ടുമടുത്ത സാരികളെ മാറ്റി എന്നാൽ സിമ്പിൾ എലഗന്റ് ഏത് നിറത്തിലുള്ളവർക്കും, ഏത് ഏജിലുള്ളവർക്കും, ഏത് കോംപ്ലക്ഷനിലുള്ളവർക്കും ഇടാൻ പറ്റും. ഫെയർ ആട്ടെ, ഡാർക്ക് ആട്ടെ, മീഡിയം ആട്ടെ, എന്തിലുള്ളവർക്കും നല്ല ഭംഗിയായിരിക്കും. നല്ല ബ്ലൗസ് ഫ്ലോറൽ ആണേ അതുവേ, ഫ്ലോറൽ അല്ല, ഡിജിറ്റൽ ആണേ അതുവേ പ്രിന്റ്. ബോഡിക്ക് ഫ്ലോറൽ പ്രിന്റ്. ഇതിന്റെ വലിയ പ്രിന്റ് ഉള്ളതുകൊണ്ട് ചെറിയ പ്രിന്റ് ഉള്ളതുകൊണ്ട് ബോഡിക്ക്. ഇനിയിപ്പോൾ ചാടിക്കത് വലിയ പ്രിന്റ് ചോദിക്കരുത്, വലിയ പ്രിന്റ് നിൽക്കുന്നില്ല കേട്ടോ. അത് ലാവണ്ടർ, ഇത് പൗഡർ ബ്ലൂ. പൗഡർ ബ്ലൂ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത് പൗഡർ ബ്ലൂ അല്ലായിരുന്നു. കണ്ടോ നല്ല രസം നോക്ക്. നല്ലല്ലേ? ഈ ഒരു ബ്ലൂ ഷെയ്ഡ് മാല കിട്ടുമായിരുന്നു, നല്ലായിരുന്നു അല്ലേ? കുഞ്ഞിക്കാമുത്ത് എന്ന് പറഞ്ഞാൽ കുഞ്ഞുമുത്തില്ലേ, അതിൻ്റെ 2 ലെയർ 3 ലെയറും ഒക്കെ ഉള്ള മാല കിട്ടും. എന്നിട്ട് അറ്റത്ത് നല്ല ലോക്കറ്റ്, നല്ല ഹെവി ആയിട്ടുള്ള ലോക്കറ്റ് വരുന്ന മാല കിട്ടും. അല്ലാതെ ചുമ്മാ ഒന്നും വേണ്ട, ഒരു 50 രൂപ കൊടുത്ത് ഒരു മുത്തുമാല വാങ്ങിച്ച് കഴുത്തേൽ നെക്കിൽ ചുറ്റിക്കിടക്കുന്ന മാലയില്ലേ, അതിട്ടാൽ പോലും ഭയങ്കര രസം. വെള്ളയാണേലും കുഴപ്പമില്ല.
ഇതിന് ബോർഡറിൻ്റെ കളറാണേലും കുഴപ്പമില്ല, ഏതിട്ടാലും നല്ലതാണ്. കല്യാണത്തിനൊക്കെ പോകാൻ നല്ല സാരി കേട്ടോ. ഈ വൈറ്റ് ഇട്ടിട്ട് നിങ്ങൾ 1 പ്ലീറ്റ്സും ഇട്ട് ബാക്കി കൂടെ ഇതെടുത്ത് ഇങ്ങനെ പിടിച്ച് അതിന് ചേരുന്ന ഒരു ഓർണമെൻറ്റും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാവരും നോക്കും. വലിയ പട്ടിലും പൊന്നിലും ഒക്കെ തിളങ്ങി ഒന്നും ഒരു അതൊക്കെ കാലമൊക്കെ പോയി. അത് ഇഷ്ടമുള്ള കാറ്റഗറി കാറ്റഗറി അല്ല, മനുഷ്യരുണ്ടായിരിക്കും. അത് മോശമാണെന്നല്ല പറയുന്നത്. ഇപ്പം പൈസ കുറച്ച് മുടക്കിയിട്ടാണെങ്കിലും നമുക്ക് നല്ല രീതിക്ക് എന്താ പറയുന്നത്, എല്ലാവരുടെയും ആഗ്രഹം മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടുക, മറ്റുള്ളവരാൽ അനുമോദിക്കപ്പെടുക, മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുക എന്നൊക്കെ ഉള്ളതല്ലേ. അതിന് നമ്മുടെ പോക്കറ്റിലുള്ളത് അവിടെ കിടന്നോളുകയും ചെയ്യും. ഇനി വേറൊരു സാരി, നമ്മുടെ സിമ്പിൾ റേറ്റ് 885 തോന്നുന്നു. കണ്ണു പിടിക്കുന്നില്ല. 65-85 വായിക്കാം. ഈ കണ്ണു പിടിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തിനാ ചിരിക്കുന്നല്ലേ? ഒന്നും പിടിക്കാത്ത അത്ര തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കണ്ടോ? ചുമ്മാ സിമ്പിൾ വെയർ സാരി. നിങ്ങൾക്ക് സിമ്പിൾ വെയർ ആയിട്ടോ അല്ലാത്ത വെയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. നല്ല പിസ്ത ഗ്രീൻ ഷെയ്ഡ്, രസമല്ലേ? പിസ്ത ഗ്രീൻ ഷെയ്ഡ്, ഒരു സോഫ്റ്റി സിൽക്കാണ് മെറ്റീരിയല്. ഇനി മുന്താണി വന്നിട്ട് ഇങ്ങനെ ബ്ലൗസ് പ്ലെയിൻ നേവി ബ്ലൂ വിത്ത് ബോർഡർ. ഈ ടെമ്പിൾ ഡിസൈനിന്റെ ബോർഡർ വരുന്നത്, ടെമ്പിൾ ഡിസൈൻ ബോർഡറുമായിട്ട് വരുമ്പോൾ ആ ടെമ്പിൾ ഡിസൈനിൽ ഈ നേവി ബ്ലൂ ആണ് ബ്ലൗസ് ആയിട്ട് വരുന്നത്. ഇനി ഇച്ചിരും കൂടി സോഫ്റ്റി സിൽക്ക്. ഇത് പലതും പല വില കേട്ടോ. മെറ്റീരിയൽ സ്റ്റഫിന് വ്യത്യാസമുണ്ട്, അത് പറയാൻ മറന്നുപോയി. എല്ലാം ഒരു വിലയില്ല. ഞാൻ ഇതിൻ്റെ വില നോക്കി അതിന് പറഞ്ഞു. അതിന് ആ വിലയാണോ എനിക്കറിയത്തില്ല. മഞ്ഞക്കിളി ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള 2 കളേഴ്സാണ്, ഒന്ന് വൈറ്റ് ഒന്ന് മഞ്ഞ. ഇത് ഇച്ചിരി കൂടി സിൽക്കിയാണ് മറ്റേതിനെ കഴിഞ്ഞ്. മറ്റേത് അത്ര ഗ്ലോ ഉണ്ടെന്നേ ഉള്ളൂ, അത്രയും സിൽക്കിയല്ല. പക്ഷെ ഇത് കുറച്ചും കൂടി സിൽക്കിയാണ്. ചുമ്മാ അലസമായിട്ടിടാം, എങ്ങനെ വേണേലും ഇടാം, വാരി വലിച്ചു കൊടുക്കുക, എങ്ങനെ വേണേലും ചെയ്യാം, എങ്ങനെ വേണേലും ട്രീറ്റ് ചെയ്യാം. വലിയ കെയറിങ് ഒന്നും കൊടുക്കണ്ട. പിന്നെ ഉടുക്കാനും വലിയ പാടില്ല, ശരീരത്തിന് നല്ല സുഖമാണ്. ഇത് വരും അതിൻ്റെ ബ്ലൗസ്. കണ്ടോ? ഈ ഒരു സാരി ഇവിടം വരും ബ്ലൗസ്. നല്ല ഭംഗിയായിരിക്കും. എന്നാ ഒരു കളർ എന്ന് വെച്ചാൽ യെല്ലോയും മെറൂണും ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് ബ്ലൗസ് വരുന്നത്. അതിൻ്റെ തന്നെ ഇതിപ്പോൾ മസ്റ്റാർഡ് യെല്ലോ അല്ല, മാംഗോ യെല്ലോ ആണേ. മസ്റ്റാർഡ് യെല്ലോ കഴിഞ്ഞ് ഇച്ചിരി കൂടി ഡാർക്കാന്ന് തോന്നുന്നു. ബോർഡർ വേറെ, ബോർഡറിൻ്റെ ഡിസൈനും വേറെ, സ്റ്റഫും വേറെ. ഇത് കുറെ കൂടെ ഒരു ക്രേപ്പ് മിക്സ് വരുന്ന ഒരു സൈസ് സ്റ്റഫാണ്. കണ്ടോ? നല്ല വിലപിടിപ്പുള്ള സാരിയുടെ ഫീല് നല്ലതായിട്ട് ചെയ്യിക്കും. ഈ വിലപിടിപ്പുള്ളതെന്ന് പറയുമ്പോൾ എന്തും ഞാൻ എപ്പോഴും പറയുന്ന, ഞാൻ പറഞ്ഞ നിങ്ങളും കേട്ടോ, മനസ്സിൻ്റെ തോന്നലാണ് ഇതെല്ലാം. ഈ സാരി ഇപ്പോൾ എടുത്തിട്ട് നമ്മൾ 10,000 രൂപയുടെ സാരി എടുക്കുമ്പോൾ എന്തോ വലിയ ആനക്കാര്യമെന്ന് നമ്മുടെ വിചാരം. പക്ഷെ ഈ 1000 രൂപയിൽ താഴെ സാരി എടുത്തിട്ട് നമ്മുടെ മനസ്സിനത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, അത് വെച്ചാൽ ഞാൻ നല്ല സുന്ദരമായിട്ട് ഇരിക്കുന്നതെന്ന് തോന്നിയാൽ അതിനൊന്നും അതേ ഉള്ളൂ കാര്യം. നമ്മുടെ പോക്കറ്റല്ലേ നമുക്ക് ഏറ്റവും വലുത്. ഞാൻ പറഞ്ഞിട്ട് അതാണ് ചുമ്മാ അനാവശ്യം പിശുക്കായിട്ടല്ലേ. ഞാനൊരു പിശുക്കേ അല്ല, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ധാരാളിയുമല്ല. കൊടുക്കേണ്ടടുത്ത് കൊടുക്കും. എന്നെ പറ്റിച്ചൊന്നും ആരും കൊണ്ടുപോകാമെന്ന് വിചാരിക്കേണ്ട. ജെനുവിനാന്ന് കണ്ട എൻ്റെ കയ്യിൽ കിടക്കുന്ന സാധനമാണെങ്കിൽ നിങ്ങൾ കൊടുക്കും. അത്യാവശ്യം പറയാം. വല്ല സുഖമായിട്ട് പറയുന്നത് വളയില്ല, ഡിങ്ക ഡിങ്ക. ഇന്ന് വളയിടാൻ മറന്നു പോയെന്നെ. വളയിലൊക്കെയാണ് കാര്യം ഇരിക്കുന്നത്, അതിലൊന്നും കാര്യമൊന്നുമില്ല. ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് പറഞ്ഞല്ല, ശരിക്കും പറഞ്ഞതാണ്. പറ്റിച്ച് കൊണ്ടുപോകാൻ നോക്കി കഴിഞ്ഞാൽ 10 രൂപയ്ക്ക് വേണ്ടി ഞാൻ പിടിച്ച് നിർത്തുകയും ചെയ്യും. ഇതുണ്ടോ ബ്ലൗസ്? നല്ല ഡാർക്ക് ചില്ലി റെഡാണ്. വെറും ചില്ലി റെഡല്ല, ഡാർക്ക് ചില്ലി റെഡ്. ഇവിടെ അതിൽ നല്ല സാരി കേട്ടോ. അതിനകത്ത് 2-3 ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത് അതിൻ്റെ വില, രണ്ടാമത് പിന്നെ സൂക്ഷിക്കാനായിട്ടേ. നമ്മുടെ ഈ 10,000-ൻ്റെയും 50,000-ൻ്റെയും ഒക്കെ കാഞ്ചീപുരം സാരി വാങ്ങിച്ചിട്ട് ഇപ്പോൾ പറയുന്ന കേൾക്കാം, അത് ഈ തിരിച്ചു കൊടുത്താൽ, പഴയ സാരി തിരിച്ചു കൊടുത്താൽ ഒത്തിരി ടൺ കണക്കിന് പൈസ കിട്ടും. അത് സിൽവർ നൂല്, കാഞ്ചീപുരത്തിൻ്റെ ഒക്കെ പട്ട് സാരിയുടെ സിൽവർ നൂലാണെങ്കിലും ഗോൾഡ് നൂലാണ്. സിൽവർ നൂലാണെങ്കിൽ പൈസ കിട്ടും, ചിലത് പ്ലാസ്റ്റിക് ആയിരിക്കും. നമ്മളെ പറ്റിക്കുന്നത് അതൊക്കെ മാനുഫാക്ചറിങ്ങിലുള്ള ഇതാണ്. അപ്പോൾ എന്തിനാ നമ്മൾ പറ്റിക്കപ്പെടാൻ നിന്ന് കൊടുക്കണ്ട, ഇങ്ങനത്തെയൊക്കെ വാങ്ങിച്ചാൽ മതി.
ഇങ്ങനത്തെ കാഞ്ചീപുരം സാരി വാങ്ങിക്കാൻ പോകുന്നവരോട് ഇങ്ങനത്തെ സാരി വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞ അവരെനിക്കിട്ട് തല്ലിയിരുന്നു എനിക്കറിയാം. എല്ലാവരും ഉടുക്കട്ടേന്നേ. എല്ലാവർക്കും ഇപ്പോൾ കാഞ്ചീപുരം സാരി ഉടുക്കാൻ പറ്റത്തില്ല. എന്താ സാരിയില്ലേ? മെറൂണാണേ. മെറൂണാണ്. ബോർഡർ ഇതായിരുന്നു എനിക്ക്. നല്ലതാണോ? ബ്ലൗസ് ചെയ്ത് ബ്ലൗസ്. ഈ ബ്ലൗസും വന്നിട്ട് ഈ ബ്ലൗസ് എന്തൊരു സിൽക്കി ആയിട്ടുള്ള ബ്ലൗസാണ്. ബ്ലൗസ് ഒരു ഇത്രയും കയ്യിറക്കത്തി വെച്ചിട്ട് ഇങ്ങനെ ബോർഡർ വിട്ട് 1 പ്ലീറ്റ്സ് വിട്ട് നിങ്ങൾ പോകുന്ന ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. എന്നെ ഒരു എടുപ്പായിരിക്കുന്നു. അല്ലേ? ഇനി നമ്മുടെ സെമി മൊഡാളിനകത്ത് വരുന്ന സാരിയാണ്. ഇതിനകത്ത് ഞാൻ പറയുന്നു സെമി മൊഡാളെന്നും പറഞ്ഞ് പോളിസ്റ്റർ സാരികൾ ഇപ്പോൾ ഒത്തിരി, ശരിക്കും പോളിസ്റ്റർ 100% സിന്തറ്റിക് എന്ന് എഴുതി വരുന്ന സാരികൾ സെമി മൊഡാളാണെന്ന് പറഞ്ഞ് കാണിച്ചിട്ട് 500 രൂപ 600 രൂപയ്ക്കൊക്കെ മാർക്കറ്റിൽ കൊടുക്കുന്നുണ്ട്. സെമി മൊഡാൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇത്ര പെർസെൻറ്റേജ് എങ്കിലും മൊഡാളിൻ്റെ നൂലോ എന്തെങ്കിലും അംശം വേണം. ഇതിപ്പോൾ ഈ റേറ്റ്, ഏത് റേറ്റ് നിങ്ങൾക്ക് കിട്ടുന്ന ആ റേറ്റ് വെച്ച് നോക്കിയാൽ മതി. അതനുസരിച്ച് ഉള്ള ഇത് അതിനകത്ത് കാണുള്ളൂ. ഇതൊരു സാരി. ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ല സത്യം. അതാ ഇപ്പോൾ കൂടുതൽ പറയാനും പറ്റുന്നില്ല എത്ര റേറ്റ്. സെമി മൊഡാൾ എന്ന് പറഞ്ഞാൽ മൊഡാൾ, പ്യുവർ മൊഡാൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അതും വെച്ച് നോക്കുമ്പോൾ പറയാൻ പറ്റത്തില്ല. വില നോക്കാൻ പോകണം. വില നോക്കാൻ പോയിട്ട് ക്യാമറ വല്ല എടുത്തോട്ട് പോയത് 1190. 1190 പ്യുവർ മൊഡാൾ സാരിയോ കിട്ടിയാലെന്ന് അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം. 1190. പിന്നെ മൊഡാൾ സാരിയുടെ പ്യുവർ മൊഡാളിന് പോകുമ്പോൾ 4000 എബോവ് ആണ് റേറ്റ്. അപ്പം നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഈ 4000 എബോവ് കൊടുത്ത് സാരി വാങ്ങിച്ചിടാനോ, ഇതാണ് ബ്ലൗസ്, വാങ്ങിച്ചിടാനോ വാങ്ങിക്കാനോ പറ്റിയില്ലാത്തവർക്കും ഉടുക്കാൻ പറ്റുന്ന ഈ ഞങ്ങളുടെ കുട്ടിക്കാലമാണ്. ഏത് സ്ഥലമാണ് പറയുന്നത്? പാവപ്പെട്ടവരുടെ സ്വിറ്റ്സർലൻഡ് എന്നോ അങ്ങനെ പറയുന്ന ഒരു സ്ഥലമുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ സ്വിറ്റ്സർലൻഡിൽ പോക്ക് നടക്കുമോ? അത് അത്രേ ഉള്ളൂ. അത് അത്ര ഓർത്താൽ മതി. അപ്പോൾ അവരെന്നെടുക്കും ഈ സ്വിറ്റ്സർലൻഡിൽ പോകും. പിന്നൊരു കാര്യമുണ്ടേ, നമ്മുടെ അബ്ദുൽ കലാം സാർ പറഞ്ഞേക്കുന്ന പോലെ നമ്മൾ ദരിദ്രനായിട്ട് ജനിക്കുന്നത് നമ്മുടെ കുറ്റമല്ല, പക്ഷെ ദരിദ്രനായിട്ട് തന്നെയാണ് മരിക്കുന്നെങ്കിൽ അത് നമ്മുടെ കുറ്റം തന്നെയാന്ന് പറയും. അത്രയും അവസരം ഞാൻ അബ്ദുൽ കലാം അല്ലേ പറഞ്ഞേ? പിന്നെ ആരാ പറഞ്ഞേ? സന്തോഷ് ജോർജ് കുളങ്ങര സാറ് മറ്റേ സാറിൻ്റെ അടുത്ത് പറഞ്ഞായിരിക്കും. എനിക്ക് എന്നാ ഇഷ്ടമുള്ള ഒരു വ്യക്തിത്വം എന്നറിയാം സന്തോഷ് ജോർജ് കുളങ്ങര സാറ്. ഞങ്ങളുടെ അടുത്ത നാടുകാരന് മരങ്ങാട്ടുപള്ളി പാല അടുത്ത്. ഞാൻ നല്ല കാഴ്ചപ്പാടുകളാണ് പറയും. എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടുമായിട്ട് ഒത്തിരി എന്നാ നിങ്ങൾ പോകും മനുഷ്യന്മാരെ, ഇതിങ്ങളെ കൊണ്ട് ഞാൻ മടുത്തു പോകുള്ളൂ. സന്തോഷ് ജോർജ് കുളങ്ങര സാർ എവിടെ നിൽക്കുന്നത്? ഈ പാവപ്പെട്ട വിദ്യ എവിടെ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞത് പുള്ളിയുടെ ഐഡിയോളജീസ് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഓക്കെയാണ്. ചിലർക്ക് തർക്കിക്കാൻ തോന്നും, പിന്നെ അങ്ങനെയൊന്നും വരും. പക്ഷെ പുള്ളി പറയുന്ന എല്ലാ കാര്യങ്ങളാണ് എൻ്റെ അഭിപ്രായം, എനിക്കിഷ്ടമാണ്. അതേ ഞാൻ പറഞ്ഞു. എൻ്റെ അത്രയും കയറി കോമഡി ആക്കാൻ നോക്കുന്നത് കേട്ടോ. ഇടിക്കും ഈ ക്യാമറ ഒന്നും കഴിയട്ടെ. 2 ഇടിമുറി. ഇവിടെ ഒരു സാധനമുണ്ട്, ഇടിമുറി കയറ്റുന്നുണ്ട്. നിങ്ങൾ ഇത് കണ്ടോ? ഇതിൻ്റെ സെൽഫ് പ്രിൻ്റ് ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ഇതിൻ്റെ കളർ നിങ്ങൾ ഓർക്കും ബ്ലാക്ക് ആണോ നേവി ബ്ലൂ ആണോ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. പക്ഷേ ഇതിൻ്റെ കളറ് ചിലപ്പോൾ തോന്നും ഇത് നേവി ബ്ലൂ ആണ്, ചിലപ്പോൾ ബ്ലാക്ക്, അങ്ങനെ എന്തോ ഒരു കളർ കേട്ടോ. എനിക്കത് പറഞ്ഞു തരാൻ പറ്റും. ബ്ലാക്കും നേവി ബ്ലൂ അല്ല. അപ്പോൾ ഇത്തെ കൂടി ഇങ്ങനെ ഒരു പ്രിൻറ്റ് പോകുന്നുണ്ട്. സെൽഫ് പ്രിൻ്റ് ആണ്. സൂക്ഷിച്ച് നോക്കിയാലേ കാണത്തുള്ളൂ. മുന്താണ് ഇങ്ങനെ, ബ്ലൗസ് ഇതേ ഇങ്ങനെ ഒരു ഗ്രേ ഒക്കെ കൂടി ഒരു കളറാണ്. എന്തായാലും കളർ മോശപ്പെട്ട കളറല്ല. ഇത് രണ്ടും കൂടെ വരുമ്പോൾ നല്ലൊരു ഇതാണ്. മൊഡാൾ ഫീലിൻ്റെ ഞാൻ പറയുന്നു. മൊഡാളിനാ സെമി മൊഡാളിനാ പറഞ്ഞത്. നമുക്ക് നമ്മുടെ സപ്ലയർ പറയുന്നതല്ലേ നമുക്കറിയൂ. ഈ മാനുഫാക്ചറിൻ്റെ അടുത്ത് ഡയറക്റ്റ് പോയാൽ അറിയാം. എന്നാണേലും എനിക്കിത് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഇത് ഡിജിറ്റൽ പ്രിൻ്റാണ്. ഈ കാര്യത്തിൽ എനിക്ക് ഷുവർട്ടിയാണ്. ഇതിന് തുമ്പ് ഏതാ നീ? അത് പറ്റത്തില്ല കാണിക്കാൻ. എന്നാന്ന് പറയട്ടെ, സ്റ്റേപ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രിൽ കൊണ്ടേ. പ്രൈസേ അതിൻ്റെ ഫോൾഡിങ് എങ്ങനെയായിരിക്കും, അതുകൊണ്ടല്ല. അത് ടീൽ ബ്ലൂ മുന്താണ് ഇത്. ഈ അകത്ത് വെള്ളം കാണുന്ന എന്നാന്നറിയാം, ഡിജിറ്റൽ പ്രിന്റ് ആയതുകൊണ്ടാണ്. അത് പുറത്തോട്ട് കാണത്തില്ല കേട്ടോ. ആരും അത് ഓർത്ത് തെറ്റിദ്ധരിക്കുകയോ വിഷമിക്കുകയൊന്നും വേണ്ട. ചില ആൾക്കാർക്ക് അതുവരെയും പ്രശ്നമാണ്. ഇതാണ് ബ്ലൗസ്.
നല്ല സോഫ്റ്റ് ആട്ടോ, എത്ര കാലം കഴിഞ്ഞാലും പോകത്തില്ല. നിങ്ങൾ ഓർക്കരുത് ഇത് പോളിസ്റ്ററോ സിന്തറ്റിക്കോ ആണ്. ഇതിൻ്റെയൊക്കെ അംശം കാണും, ഉറപ്പായിട്ടും കാണും. ഒരുമാതിരി ഒരു 90% സിൽക്ക് സാരിയിലും സിന്തറ്റിക് മിക്സ് ഉണ്ട്. ഇല്ലെന്നൊന്നും ആരും പറയാൻ പറ്റത്തില്ല. അത് ഞാനെന്നല്ല, ആരും പറയുകയില്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പക്ഷേ ഇത് പോളിസ്റ്റർ സാരി പോലത്തെ സാരിയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അങ്ങനത്തെ സാരിയല്ല, മോഡൽ സെമി മോഡൽ തന്നെ അടിച്ചു വരുന്ന സാരിയാണ്. ഇതെന്നാ പ്രൈസ് അവിടെ അടിച്ചു വെച്ചോണ്ട് ഭയങ്കര പാടായി കാണിക്കാൻ. സെൻറ്റർ ഇത് കണ്ടോ, ഇവിടെ കയറ്റി അടിച്ചു വെച്ചിരിക്കും. അജർക്ക് പ്രിന്റ് വരുന്ന മുന്താണി, വയലറ്റ് ബോഡി, ബ്ലൗസ് ഇത്. ഒരെണ്ണം കൂടെ ഉണ്ട്. ജിംഗിൾ ബെൽസ് അല്ലേ, ജിംഗിൾ ബെൽസ് മുഴങ്ങി തുടങ്ങിയോ? അകതാരിൽ മുഴങ്ങി തുടങ്ങണം, ജിംഗിൾ ബെൽസ് കേൾക്കണം അല്ലേ. നമുക്ക് ആഘോഷിക്കാൻ വേണ്ടി ദൈവപുത്രൻ ഭൂമിയിൽ, ആഘോഷിക്കാൻ വേണ്ടിയല്ല, ദൈവപുത്രൻ ഭൂമിയിൽ പിറന്നത് നമുക്ക് ആഘോഷമാക്കി മാറ്റാൻ. നമ്മുടെ ജീവിതങ്ങളും പ്രത്യാശയ്ക്കും പ്രതീക്ഷയ്ക്കും എല്ലാം വകയുള്ളതാകട്ടെ. പുതുവർഷം വരുന്നു, എന്നാലും അല്ലേ സന്തോഷിക്കും. എന്നാ സലീംകുമാർ പറഞ്ഞു, അർമാദിപ്പിൻ. പള്ളികളിലൊക്കെ പെരുന്നാൾ, ഞങ്ങളുടെ പൊൻകുന്നപ്പള്ളിയിലൊക്കെ പെരുന്നാളാണ്. ഇനിയിപ്പോൾ അക്കരമ്മയുടെ പെരുന്നാളാവും. ഞാനിതൊക്കെ കേൾക്കുമ്പം പഞ്ചാബിലും ആന്ധ്രാപ്രദേശിലും കണ്ണൂരും കാസർഗോഡും ഒക്കെ ഇരിക്കുന്നവരൊക്കെ എന്തൊക്കെയാണോ ഈ പറയുന്നത്. കാഞ്ഞിരപ്പള്ളിയിലുള്ളവർക്ക് മാത്രം ഞാൻ പറയുന്നതെന്ന് മനസ്സിലാക്കുക. അക്കരമ്മയുടെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളിക്കാർക്ക് അതിലും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. ഇതാ എന്താണിത്, നാനാജാതി മതസ്ഥർക്ക് ഒരുപോലെ വലിയ കാര്യമാണ് കാഞ്ഞിരപ്പള്ളിയിൽ അക്കരമ്മയുടെ പെരുന്നാൾ. അത് ഇന്ന മതസ്ഥർക്കൊന്നുമില്ല. ഇതാണ് മുന്താണി. ഇത് കാണിക്കാൻ വലിയ ബുദ്ധിമുട്ട് കേട്ടോ. ഇതാണ് സാരിയെ. ഇത്തരം ഒരു സെൽഫ് പ്രിന്റ് ഉണ്ട് കേട്ടോ. ഇത് സെൽഫ് പ്രിന്റ്. ബ്ലൗസ് എന്നാന്ന് ഞാൻ പറയും, മുന്താണിന്നാണോ? അയ്യോ തെറ്റിപ്പോയി, സോറി. ഇതുണ്ട്, ഇത്തരം ഒരു സെൽഫ് പ്രിന്റ് ഉണ്ടേ. ഇതൊന്നും ഡാമേജ് ഒന്നും ആയിട്ടാരും കൺസിഡർ ചെയ്തേക്കരുത്. എൻ്റെ പൊന്നെ, അത് സെൽഫ് പ്രിന്റാ കേട്ടോ. അത് മുഴുവനും ഉണ്ട്. ഇത് എന്നാന്നറിയോ, ഒരാളെങ്കിലും ചിലപ്പോൾ അങ്ങനെ വെച്ചു. ഇത് ബ്ലൗസ് കേട്ടോ, ഞാൻ മുന്താണി എന്നാണ് പറഞ്ഞതെന്ന്. ഇത് മുന്താണി. അപ്പം ഇന്നത്തെ കസർത്ത് അല്ലെങ്കിൽ സാരിയുടെ എന്തോ ഇവിടെ എന്തെങ്കിലും ഇരിപ്പുണ്ടോ, എന്തോ ഇരിക്കുന്നോ തോന്നുന്നു. മൂക്ക് ശരി, എനിക്ക് മാത്രമല്ലേ ഉള്ളൂ ഇവിടെ മൂക്ക്, ബാക്കിയെല്ലാം എവിടെയാണല്ലോ. വീണ്ടും പുതിയൊരു ബ്ലൗസിന്റെ വീഡിയോ അടുത്ത ദിവസം തന്നെ, ബുധൻ അല്ലെങ്കിൽ വ്യാഴാഴ്ച കാണണം കേട്ടോ. റെഡിമെയ്ഡ് ബ്ലൗസിന്റെ, പിന്നെ ബെഡ്ഷീറ്റ്, ഇത് ചോദിക്കുന്ന എല്ലാ സാധനവും ഞാൻ ഈ ദിവസങ്ങളിൽ എത്തിച്ചിരിക്കും, കാണിച്ചിരിക്കും. അപ്പോൾ വീണ്ടും പുതിയൊരു, ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കറക്റ്റ് സമയത്ത് വീഡിയോ കിട്ടും. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്കാണ് നമ്മുടെ വീഡിയോ. സൺഡേസ് നമുക്ക് അത് ഒരുമാതിരിപ്പെട്ട ദിവസങ്ങളിലൊന്നും സൺഡേസിൽ വീഡിയോസ് ഇല്ല. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.